സ്ത്രീകൾക്ക് വിവാഹമേ വേണ്ട എന്ന് ഒരു മലയാളി നടി പറഞ്ഞതും വിവാഹങ്ങളുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് അംബാനി പറഞ്ഞതും നമ്മൾ കേട്ടത് ഒരേ ദിവസം. ദാമ്പത്യ ജീവിതത്തിൽ സനാതന ധർമ്മത്തിന്റെ ശ്രേഷ്ഠത മുകേഷ് അംബാനി വെളിപ്പെടുത്തുന്നു. ദമ്പതികൾ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കാൻ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ആചാരങ്ങൾക്ക് പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് മുകേഷ് അംബാനി പറഞ്ഞ വാക്കുകൾ. വിവാഹമേ വേണ്ട, വിവാഹം എന്ന ഏർപ്പാടേ ശരിയല്ല എന്ന് പറയുന്നവരുടെ മുന്നിൽ ഒരു വിശകലനത്തിന് പര്യാപ്തമാവുകയാണ് ഈ വാക്കുകൾ. മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹം വളരെ ഭംഗിയായി നടന്ന ആഘോഷങ്ങളൊക്കെ അവസാനിച്ചതേയുള്ളൂ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നൊരു വിവാഹവുമായിരുന്നു അത്. ആഘോഷവേളയിൽ മകനോടും മരുമകളോടും മുകേഷ് അംബാനി പങ്കുവച്ച വാക്കുകളാണ് സമൂഹ മാധ്യമത്തിൽ ശ്രദ്ധേയമാകുന്നത്. അനന്തന്റെ ഹൃദയത്തിൽ എന്നെന്നും രാധിക എന്ന് പറഞ്ഞുകൊണ്ടാണ് മുകേഷ് അംബാനി സംസാരിക്കാൻ തുടങ്ങിയത്. സനാതന ധർമ്മം അനുസരിച്ചൊരു വിവാഹം നടത്തുമ്പോൾ ദാമ്പത്യ ജീവിതം കൂടുതൽ ദൃഢമാകുന്നു. തൻ്റെ മകൻ എന്നും രാധികയെ സന്തോഷത്തോടെ കൂടെ നിർത്തും. അവരുടെ ദാമ്പത്യ ജീവിതം മനോഹരവും ആനന്ദകരവുമായിരിക്കും. വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ ലക്ഷ്മി വസിക്കുന്നത് പോലെ അനന്തൻ്റെ ഹൃദയത്തിൽ എന്നെന്നും രാധിക ഉണ്ടായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും ആരോഗ്യവും വിജയവും ഉണ്ടാകാൻ ഭഗവാൻ വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനമാണ് വിവാഹം. മനുഷ്യരാശിയുടെ തുടക്കവും ഐക്യത്തിൻ്റെയും വളർച്ചയുടെയും അടയാളവുമാണിത് എന്നും മുകേഷ് അംബാനി പറഞ്ഞു. അനന്തിൻ്റെയും രാധികയുടെയും വിവാഹത്തിന് ശേഷം നടന്ന ആഘോഷവേദിയിലാണ് മുകേഷ് അംബാനി ഇക്കാര്യം പറഞ്ഞത്. ബോളിവുഡ്, ഹോളിവുഡ് താരങ്ങൾ, വ്യവസായികൾ, കായിക താരങ്ങൾ, രാഷ്ട്രീയക്കാർ എന്നിവർ പങ്കെടുത്ത വിവാഹം കഴിഞ്ഞ 12-ന് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലാണ് നടന്നത്. സ്നേഹം എന്ന നൂലുകൊണ്ട് പരസ്പരം ബന്ധിച്ചാൽ ഏതു ബന്ധവും ശ്രേഷ്ഠമാകും, മനോഹരമാകും എന്ന് തന്നെ വേണം കരുതാൻ. ഈ അവസരത്തിലാണ് നടി ഭാമയുടെ വിവാഹത്തെക്കുറിച്ചുള്ള അഭിപ്രായവും നമ്മൾ കേട്ടത്. ഇതേ ദിവസം തന്നെ നിവേദ്യം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ മുഖമാണ് ഭാമയുടേത്. സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് എവിടെയും ഭാമ തുറന്നു പറയാറില്ല. എന്നാൽ താരം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്ന വാചകങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. സ്ത്രീധനത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെയാണ് ഭാമ കുറിച്ചിരിക്കുന്നത്. വേണോ നമുക്ക് സ്ത്രീകൾക്ക് വിവാഹം? വേണ്ട. ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത്. അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവൻ എടുപ്പിക്കും. ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത്. വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവൻ എടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നും എത്രയും വേഗം എന്നാണ് ഭാമ കുറിച്ചിരിക്കുന്നത്. ഭാമയുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും പ്രേക്ഷകർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. നേരത്തെ മകൾ ഗൗരിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് താൻ ഒരു സിംഗിൾ മദറാണെന്ന് ഭാമ തുറന്നു പറഞ്ഞിരുന്നു. ഒരു സിംഗിൾ മദർ കൂടിയായപ്പോൾ താൻ കൂടുതൽ ശക്തിയായി എന്നാണ് ഭാമ അന്ന് പറഞ്ഞത്. ഒരിക്കൽ ഭർത്താവ് അരുണിനൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്തതോടെയാണ് ഭാമയുടെ വിവാഹ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടോ എന്ന സംശയം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇതിനെക്കുറിച്ച് ഭാമയോ അരുണോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 2020 ജനുവരിയിലായിരുന്നു ഇവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. വിവാഹത്തോടെ ഭാമ സിനിമാ മേഖലയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. എന്തായാലും വിവാഹം എന്ന് പറയുന്നത് വളരെ സ്നേഹത്തോടുകൂടി പരിഭാവനതയോടുകൂടിയൊക്കെ കൊണ്ടുപോകേണ്ട ഒരു ബന്ധം തന്നെയാണ്. അവിടെ എന്തൊക്കെയായാലും ഇപ്പോൾ മുകേഷ് അംബാനി പറഞ്ഞതുപോലെ തന്നെ സനാതന ധർമ്മത്തിൻ്റെ ബേസിലാണെങ്കിലും അല്ല മറ്റൊന്നിൻ്റെ ബേസിലാണെങ്കിൽ പോലും നമ്മൾ സ്നേഹവും വിശ്വാസവും ഒക്കെ കൊണ്ട് വേണം ആ വിവാഹബന്ധത്തെ ചേർത്ത് കൊണ്ടുപോകുന്നതിന് ശ്രമിക്കേണ്ടത്. അങ്ങനെ പോകുന്ന ഒരു അവസരത്തിൽ എല്ലാ ബന്ധങ്ങളും, വിവാഹബന്ധങ്ങൾ എന്ന് മാത്രമല്ല ഏതൊരു നല്ല ബന്ധവും വളരെ ശ്രേഷ്ഠമായി തന്നെ പര്യവസാനിക്കും എന്നതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എവിടെയും പരസ്പര വിശ്വാസവും ബഹുമാനവും അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ട് എങ്കിൽ എല്ലാ ബന്ധങ്ങളും മനോഹരമായി തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.